ഹീലിംഗ് ക്ലബ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് അവെയർനെസ് എന്നൊരു ടോപ്പിക്കിനെ പറ്റിയാണ്. അവെയർനെസ്, അവബോധം. ഒരുപക്ഷെ അവെയർനെസ് എന്നത് ഒരു മഹത്തായ ക്വാളിറ്റിയാണ്. അവെയർനെസ് എന്ന എനർജി, അവെയർനെസ് എന്ന ക്വാളിറ്റി, അവെയർനെസ് എന്ന കോൺഷ്യസ്നസ്, ഈ ഒറ്റൊരു ക്വാളിറ്റി നിങ്ങളുടെ ശരീരത്തിലുണ്ട്. അവെയർനെസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട്. അവെയർനെസ് നിങ്ങളുടെ പണത്തിലുണ്ട്. അവെയർനെസ് നിങ്ങളുടെ കരിയറിലുണ്ട്. എന്ന് തുടങ്ങി നിങ്ങളെല്ലാത്തിലും നിങ്ങൾ അവെയർനെസ്സിൽ ആണെങ്കിൽ, നിങ്ങൾ ഓരോ പ്രവൃത്തിയും ഓരോ ചിന്തകളിലും അവെയർനെസ്സിലാണെങ്കിൽ അവ നിങ്ങളെ പല തിരിച്ചറിവുകളിലേക്കും പല ബോധങ്ങളിലേക്കും നയിക്കാൻ സഹായിക്കും. ഇനി എന്താണ് അവെയർനെസ്? ഒരു ചെറിയൊരു ഉദാഹരണത്തിലൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒഴിവായിട്ടൊരു ദിവസം നിങ്ങൾ ഒരു കടൽ തീരത്തിലേക്ക് നിങ്ങൾ പോകാൻ തീരുമാനിക്കുകയാണ്. നിങ്ങൾ അവിടെ ചെല്ലുന്നു. നിങ്ങൾക്ക് അനുയോജ്യമായ കാലാവസ്ഥയൊക്കെയാണ്. നിങ്ങൾ ആ കടൽ തീരത്ത് ഇറങ്ങുന്നു. ആ ഒരു വെള്ളത്തിലെല്ലാം നിങ്ങൾ അത്രയും ഉല്ലസിച്ച് സന്തോഷിച്ച് നിങ്ങൾ അവിടെ ഓടുന്നു, ചാടുന്നു. നിങ്ങൾ അത്രയും സന്തോഷത്തോടെ നിൽക്കുകയാണ്. പക്ഷെ നിങ്ങൾ ആ വെള്ളത്തിലേക്ക് ഇറക്കുന്ന സമയത്ത് നിങ്ങൾ ഓരോ സ്ഥലം നോക്കുന്നുണ്ട്. നിങ്ങളവിടെ ചോദിക്കുന്നുണ്ട്, ആ വെള്ളത്തിന് ആഴമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. നിങ്ങൾ കുറച്ച് കടലിൻ്റെ തീരത്തോടെ നടക്കുന്ന സമയത്ത് അവിടെ ചുറ്റും കുറച്ച് കാടൊക്കെ ഉള്ള ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ ചുറ്റും നോക്കുന്നുണ്ട്. അവിടെ കടൽ ജീവികളോ എന്തെങ്കിലും പാമ്പോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങളത് ശ്രദ്ധിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് വിശക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ദാഹിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഭക്ഷണം അവിടെ അടുത്ത് എവിടെയെങ്കിലും കടയിലുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട്. ഈ ഒരു ചെറിയൊരു എക്സാമ്പിളുകളാണ് അവെയർനെസ്സിനെ പറ്റി ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. ഈ നിമിഷങ്ങളിലെല്ലാം നിങ്ങൾ ഈ ഒരു നിമിഷത്തിലാണ്. നിങ്ങൾ ആ കടലിൽ ആ തീരത്തും നിങ്ങളുടെ മനസ്സും ആ ഒരു നിമിഷത്തിലാണ്. നിങ്ങൾ അവിടെയുള്ള അപായങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുന്നു. അവിടെയുള്ള പോസിബിലിറ്റീസിന്, അവിടെ നിങ്ങൾക്ക് സന്തോഷിക്കാൻ, അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഭക്ഷണമായിക്കോട്ടെ, നിങ്ങൾക്ക് വേണ്ട പാനീയങ്ങളെ നിങ്ങൾ നോക്കുന്നു. നിങ്ങൾക്ക് അതേപോലെ തന്നെ അതേ കണ്ണിലൂടെ തന്നെ നിങ്ങൾ അടുത്തുള്ള അപായങ്ങളെ, അവിടെ അടുത്ത് വല്ല കടൽ ജീവികളുണ്ടോ, ആഴമുണ്ടോ, ഇതേ കാര്യമാണ് അവെയർനെസ്. ഇനി നേരെ മറിച്ചൊന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നിങ്ങൾ അതേ സാഹചര്യത്തിൽ അതേ കടലിലേക്ക് നിങ്ങൾ എത്തുന്നു. പക്ഷെ നിങ്ങൾ അത്രയും സന്തോഷത്തിലാണ്, അത്രയും എക്സൈറ്റ്മെൻറ്റിലാണ്. പക്ഷെ ഒട്ടും നിങ്ങൾ അവെയർനെസ്സില്ല, ഒട്ടും ശ്രദ്ധയില്ല. നിങ്ങളാണ്ട് ഇറങ്ങിയ കടലിലേക്ക് ചെല്ലാണ്. അതിൻ്റെ ആഴമോ അതിനെപ്പറ്റി ഒരു ധാരണയില്ലാതെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾ അപകടത്തിലേക്ക് പോകുന്നു. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഏതൊരു സാഹചര്യത്തിലും ഏതൊരു അവസ്ഥയിലും എല്ലാത്തിലും നിങ്ങൾ ചെല്ലുന്ന എല്ലാത്തിലും അവിടെ എപ്പോഴും നിങ്ങൾക്ക് എതിരായി നിൽക്കുന്ന സാഹചര്യമോ എതിരായി നിൽക്കുന്ന വസ്തുക്കളോ വ്യക്തികളോ ഊർജ്ജങ്ങളോ എല്ലാം ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ ഉയർച്ചയ്ക്ക്, നിങ്ങളുടെ ബെറ്ററായ പല കാര്യങ്ങൾക്കുമുള്ള ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ടാവും. ഇതിനെ രണ്ടിനെയും കാണാൻ പറ്റുന്ന, തിരിച്ചറിയാൻ പറ്റുന്ന ഊർജ്ജമാണ് അവെയർനെസ്. അവെയർനെസ് നിങ്ങളെ ഈ നിമിഷത്തിലേക്ക് നിർത്തുന്നു. അവെയർനെസ് ഒരിക്കലും ഒരു ഇമോഷനോ അവെയർനെസ് ഒരു വികാരങ്ങൾക്കോ ഒന്നും അടിമപ്പെട്ട ഒരു ഊർജ്ജമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഉദാഹരണമാണ് എന്ന് ഓർക്കുക. നിങ്ങൾ ആ കടൽ ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണത്തിലേക്ക് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതമാക്കാം, നിങ്ങളുടെ കരിയറാക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആക്കാം, നിങ്ങളുടെ സ്വപ്നങ്ങളാക്കാം, എന്ത് തന്നെ ആക്കാം. അവിടെ ഇപ്പോഴും നിങ്ങൾക്കെതിരായി നിൽക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. നിങ്ങളെ വളർത്തുന്ന, നിങ്ങൾക്ക് ആവശ്യമായ പലതിനെയും നൽകുന്ന, അനുയോജ്യമാകുന്ന പലതും ഉണ്ടാവും. നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത ഊർജ്ജങ്ങളെ അല്ലെങ്കിൽ സ്ഥലങ്ങളെ അവയുമായി നിങ്ങൾ മൽപ്പിടുത്തത്തിലും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സാധ്യതയുള്ള ഒരു വലിയ ലോകം അപ്പുറത്തുണ്ട്. നിങ്ങൾ ആ ഭാഗത്തേക്ക് പോകും. നിങ്ങൾ ഓരോ ചിന്തകളെയും, നിങ്ങൾ ഓരോ വികാരങ്ങളെയും നിങ്ങൾ അവെയർനെസ്സിലൂടെ ഒന്ന് ചോദിച്ചു നോക്ക്. പലപ്പോഴും നമ്മൾ കുറവുകൾ എന്ന് പറയുന്ന പലതും ശരിക്കും കുറവുകളാണോ, അതോ നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്തുകളാവാം?
അതാണ് നമ്മൾ ജീവിതം സ്റ്റക്കായി, എനിക്ക് മുന്നിൽ ഒരു അവസരങ്ങളുമില്ല. ഇന്ന് പറയുന്ന നിമിഷത്തിൽ അവയർനെസ്സിനോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കാം. അവയർനെസ്സിലൂടെ നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ ചുറ്റുമൊന്ന് നോക്കുക. നിങ്ങൾക്ക് കാണാം 1000 പോസിബിലിറ്റീസ്. ഈ പ്രപഞ്ചം അത്രയും അനന്തമാണ്. നിങ്ങളിലും അത്രയും അനന്തമായ സാധ്യതകളും വെളിച്ചവുമുണ്ട്, ഇരുട്ടുമുണ്ട്. നമ്മൾക്ക് ഈ ഒരു നിമിഷം, കുറച്ച് നിമിഷം നമുക്കൊന്ന് അവയർനെസ്സിനെ സൃഷ്ടിച്ചാലോ? കണ്ണുകൾ അടയ്ക്കാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത്, നിങ്ങളുടെ ഹൃദയത്തിലോ, നിങ്ങളൊരു കൈ കൊണ്ട് കൈകൾ വയ്ക്കാം. നിങ്ങൾ റിലാക്സായി എന്ന് ഉറപ്പ് വരുത്തിയാൽ പതിയെ വളരെ ജെൻറ്റിലായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യാം, ബ്രീത്ത് ഔട്ട് ചെയ്യാം, ബ്രീത്ത് ഇൻ ചെയ്യാം, ബ്രീത്ത് ഔട്ട് ചെയ്യാം. നിങ്ങളുടെ ശ്രദ്ധയെ ഈ ഒരു നിമിഷത്തിലേക്ക് കൊണ്ടുവരാം. നിങ്ങളുടെ മനസ്സ് എന്തെങ്കിലും ചിന്തകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനെ തടയാനോ മാറ്റാനോ നിൽക്കണ്ട. ജസ്റ്റ് ഒബ്സർവ്. ആ ചിന്തകളെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആ ചിന്തകളെ കയറി പിടിക്കാനോ ആ ചിന്തകളെ വിധിക്കാനോ ഒന്നും നിൽക്കണ്ട. ഈ ഒരു നിമിഷത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊണ്ടുവരാം. നിങ്ങളുടെ ചുറ്റുമുള്ള ശബ്ദങ്ങളിലേക്ക്, നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ വസ്ത്രവും തമ്മിൽ ആ കൂട്ടിമുട്ടുന്ന ആ സെൻസേഷൻ തിരിച്ചറിയാം. നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ അവിടെ കേൾക്കുന്ന ഓരോ ശബ്ദത്തെയും നിങ്ങൾക്ക് തിരിച്ചറിയാം. നിങ്ങളുടെ ബോഡിയിലുണ്ടാകുന്ന എന്തെങ്കിലും സെൻസേഷൻ, നിങ്ങളുടെ ഹൃദയമിടിപ്പ് നിങ്ങൾക്കിപ്പോൾ ശ്രദ്ധിക്കാം. നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും മിടിക്കുന്നുണ്ടോ? അതിനെ ശ്രദ്ധിക്കാം. നിങ്ങളുടെ ശരീരത്തിൽ ചൂടാണോ തണുപ്പാണോ? നിങ്ങളുടെ ചുറ്റുപാടും ചൂടാണോ തണുപ്പാണോ? എല്ലാം ശ്രദ്ധിക്കാം. ചിന്തകൾ വന്നോട്ടെ, അതിനെയും ശ്രദ്ധിക്കാം. ഞാനിപ്പോൾ കുറച്ച് അഫർമേഷൻ പറയും. അഫർമേഷനെ ശ്രദ്ധിക്കുക. അഫർമേഷനെ വിധിക്കാനോ അഫർമേഷനെ റിപ്പീറ്റ് ചെയ്യാനോ ഫോഴ്സ് ചെയ്ത് റിപ്പീറ്റ് ചെയ്യാനോ നോക്കരുത്. നിങ്ങൾ എന്തിനെയാണോ ഫോഴ്സ് ചെയ്യുന്നത് അത് പലപ്പോഴും നിങ്ങളിൽ നിന്ന് റിജക്റ്റ് ചെയ്ത് പോവാണ്, നിങ്ങളിൽ നിന്ന് അകന്നാണ് പോവുക. ഇതിനെ പെർസീവ് ചെയ്യുക. ഞാൻ പറയുന്ന ഓരോ വാക്കുകളെ ആ ഒരു ഊർജത്തിലേക്കാവുക. നിങ്ങൾ ആ ഒരു ഊർജത്തെ എനിക്ക് വേണമെന്ന് പറയല്ല, നിങ്ങൾ ആ ഊർജമാവാണ്. ബി ദാറ്റ്. I am awareness. I am awareness. I am awareness. ഞാൻ അവബോധമാവുന്നു. ഞാൻ അവബോധം ആവുന്നു. ഞാനും എൻ്റെ ശരീരവും എൻ്റെ ശരീരത്തിലെ ഓരോ കോശവും അവബോധത്തെ സൃഷ്ടിക്കുന്നു. ഞാനും എൻ്റെ ശരീരത്തിലെ ഓരോ കോശവും അവബോധത്തെ സൃഷ്ടിക്കുന്നു. ഞാനും എൻ്റെ ശരീരത്തിലെ ഓരോ കോശവും അവബോധത്തെ സൃഷ്ടിക്കുന്നു. ഞാൻ എൻ്റെ വികാരങ്ങളേക്കാൾ അവബോധത്തിന് പ്രധാനം നൽകുന്നു. I am awareness. ഞാൻ എൻ്റെ വികാരങ്ങളേക്കാൾ അവബോധത്തിന് പ്രധാനം നൽകുന്നു. എൻ്റെ ശരീരം അവബോധത്തെ സൃഷ്ടിക്കുന്നു.
എൻ്റെ ശരീരം സൃഷ്ടിക്കുന്ന അവബോധം, അന്തർജ്ഞാനം മനസ്സിലാക്കുവാനും കേൾക്കുവാനും ഞാനും എൻ്റെ ശരീരം ഒരുങ്ങുന്നു. എൻ്റെ ശരീരം സൃഷ്ടിക്കുന്ന അവബോധം, അന്തർജ്ഞാനം മനസ്സിലാക്കുവാൻ കേൾക്കുവാൻ ഞാനും എൻ്റെ ശരീരവും ഒരുങ്ങുന്നു. എൻ്റെ ചിന്തകൾക്ക്, എൻ്റെ വിശ്വാസരീതികൾക്ക് എല്ലാം അതീതമായി എൻ്റെ അവബോധത്തെ ഞാൻ പ്രധാനം നൽകുന്നു. ആ അവബോധത്തെ ശ്രദ്ധിക്കുന്നു, മനസ്സിലാക്കുന്നു. ഈ നിമിഷത്തിന് ഞാൻ പ്രധാനം നൽകുന്നു. അവ പറയുന്ന അവബോധത്തെ ഞാൻ തിരിച്ചറിയുന്നു, കേൾക്കുന്നു. I am awareness. I am awareness. I am awareness. ഞാനും എൻ്റെ ശരീരത്തിലെ ഓരോ കോശവും അവബോധത്തെ സൃഷ്ടിക്കുന്നു. ഞാനും എൻ്റെ ശരീരത്തിലെ ഓരോ കോശവും അവബോധത്തെ സൃഷ്ടിക്കുന്നു. വിജയം, പരാജയം, ശരി, തെറ്റ് എന്ന് തുടങ്ങിയ എല്ലാ ആശയങ്ങൾക്കും അതീതമായി ഞാൻ ഈ നിമിഷം സൃഷ്ടിക്കുന്ന അവബോധത്തെ, അന്തർജ്ഞാനത്തെ കേൾക്കുന്നു. അവബോധം കാണിച്ചു തരുന്ന അനന്തമായ സാധ്യതകളെ ഞാൻ കാണുന്നു, കേൾക്കുന്നു, തിരിച്ചറിയുന്നു. അവബോധം കാണിച്ചു തരുന്ന അനന്തമായ സാധ്യതകളെ ഞാൻ കാണുന്നു, കേൾക്കുന്നു, തിരിച്ചറിയുന്നു. I am awareness. ഞാൻ അവബോധമാവുന്നു.